ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. 63 മൈൽ സ്വദേശി സ്റ്റെല്ലയ്ക്കാണ് പരിക്കേറ്റത്. പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു ആക്രമണം. വിവരങ്ങളുമായി ഗുരുതരമായ പരിക്കുണ്ടോ ഇവർക്ക്? നിഷാദ്, പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുതന്നെ ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയും കൂടിയാണ്. ഏലത്തോട്ടത്തിലെ ജോലിക്കിടെ ഇന്ന് രാവിലെയാണ് സ്റ്റെല്ലയെ കാട്ടുപോത്ത് ആക്രമിക്കുന്നത്. ഒപ്പം ജോലി ചെയ്തിരുന്നവർ ഈ കാട്ടുപോത്തിനെ അകറ്റിയ ശേഷം പിന്നീട് സ്റ്റെല്ലയെ വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്ന് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുമ്പും ഇതേ രീതിയിൽ കാട്ടുപോത്തിൻ അടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരും സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നേരിയ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. പീരുമേട് MLA വാരൂർ സോമൻ അടക്കം ഈ ആശുപത്രിയിലെത്തി പരിക്കേറ്റ സ്റ്റെല്ലയെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ആക്രമണം, ഈ രൂക്ഷമായ വന്യമൃഗശല്യം അത് പരിഹരിക്കണം എന്നൊരു ആവശ്യം നാട്ടുകാർ MLAക്ക് മുന്നിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥന് മുന്നിലും വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ നിലവിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലാണ് ഈ സ്റ്റെല്ല ഉള്ളത്. ശരി, സിജോ വിവരങ്ങൾ നൽകിയത്.